രണ്ടാം ക്ലാസ്സിൽ 2023 നടന്ന ലിസാനുൽ ഖുർആനിൻ്റെ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണിത്. മാർക്ക് 50. 1. നെഹ്താറു വനക്തുബു കമാഫിൽ മിസാൽ. ഉദാഹരണത്തിലേതുപോലെ എഴുതാം. മുസ്ലിമത്തുൻ, ലൗഹുൻ, ബഖറത്തുൻ, ദജാജത്തുൻ, ഖമീസുൻ, മിന്ദീലുൻ, ദാരിസുൻ, ഖുറത്തുൻ, സൂമുൻ, ഖറിയത്തുൻ. ഉദാഹരണം തന്നിട്ടുണ്ട്. ഹാദാ ലൗഹുൻ, ഹാദാ ലൗഹുൻ. അതിലൊന്നാമത്തെ ഹാദാ ഡേഷ്, ഹാദാ ലൗഹുൻ എന്നാണ് ഇവിടെ തന്നത്. ഇത് സ്ലേറ്റ് ആകുന്നു. ഹാദാ എന്നത് പുല്ലിംഗ പദങ്ങളുടെ കൂടെയാണ് ചേർക്കാറ്. ഒന്നാമത്തെ ഹാദാ ഖമീസുൻ, ഇവിടെ എഴുതേണ്ടത് ഖമീസുൻ. രണ്ടാമത്തെ ഹാദാ ഡേഷ്, ഹാദാ മിന്ദീലുൻ. മൂന്നാമത്തെ ഹാദാ ദാരിസുൻ. നാലാമത്തെ ഹാദാ സൂമുൻ. അതാണ് ഇവിടെ എഴുതേണ്ടത്. ഈ കോളം നോക്കാം. ഹാദിഹി ബഖറത്തുൻ. സ്ത്രീലിംഗ പദങ്ങളുടെ കൂടെ ഹാദിഹി എന്നാണ് ചേർക്കാറ്. ഇത് എന്ന അർത്ഥം വരാൻ വേണ്ടി ഹാദിഹി ചേർക്കുന്നു. അഞ്ചാമത്തെ ഹാദിഹി ഡേഷ്, ഹാദിഹി മുസ്ലിമത്തുൻ. ആറാമത്തെ ഹാദിഹി ഡേഷ്, ഹാദിഹി ദജാജത്തുൻ. ഏഴാമത്തെ ഹാദിഹി ഡേഷ്, ഹാദിഹി ഖുറത്തുൻ. എട്ടാമത്തെ ഹാദിഹി ഡേഷ്, ഹാദിഹി ഖറിയത്തുൻ. ഹാദിഹി എന്നതിൻ്റെ കൂടെ അവസാനത്തിൽ താ വരുന്ന പദങ്ങൾ സ്ത്രീലിംഗ പദങ്ങളാണ് ചേർക്കേണ്ടത്. 2. നുജീബു, ഉത്തരം എഴുതാം. മാ ദാലിക, അത് എന്താണ്? ചിത്രത്തിൽ പൈനാപ്പിളാണ്. മാ ദാലിക, അത് എന്താണ്? ദാലിക അനാനാസുൻ, അത് പൈനാപ്പിളാകുന്നു. ദാലിക അനാനാസുൻ. രണ്ടാമത്തെ മാ തിൽക്ക, അത് എന്താണ്? തിൽക്ക എന്നതിന് സ്ത്രീലിംഗ പദമായതുകൊണ്ട് അത് എന്ന് ഉപയോഗിക്കാൻ വേണ്ടി തിൽക്ക. മാ തിൽക്ക, അത് എന്താണ്? തിൽക്ക മിർആത്തുൻ. തിൽക്ക മിർആത്തുൻ, അത് കണ്ണാടിയാണ്. മാ ഹാദാ, ഇത് എന്താണ്? ഹാദാ, ഇത് പെൻസിലാണ്. ഹാദാ മിർസമുൻ, ഇത് പെൻസിലാണ്. ഹാദാ മിർസമുൻ. മാ ഹാദിഹി, ഇത് എന്താണ്? സ്ത്രീലിംഗ പദമായതുകൊണ്ട് ഇത് എന്നതിന് ഹാദിഹി. മാ ഹാദിഹി, ഇത് എന്താണ്? ഹാദിഹി ദറാജത്തുൻ, ഇത് സൈക്കിളാകുന്നു. ഹാദിഹി ദറാജത്തുൻ, ഇത് സൈക്കിളാകുന്നു. 3. നുൻഷിഉൽ അസ്ഇലത വനുജീബു, നമുക്ക് ചോദ്യങ്ങൾ എഴുതാം, ഉത്തരം എഴുതാം. ഇവിടെ ടേബിളാണ്. ടേബിളിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. എന്തെഴുതേണ്ടത്? മാ തിൽക്ക, അത് എന്താണ്? മാ തിൽക്ക, അത് എന്താണ്? തിൽക്ക ത്വാവിലത്തുൻ, അത് ടേബിളാകുന്നു. തിൽക്ക ത്വാവിലത്തുൻ, അത് ടേബിളാകുന്നു. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡേഷ് ഹാദിഹി. ചിത്രത്തിലൊരു കപ്പലാണ് തന്നിട്ടുള്ളത്.
മാ ഹാദിഹി, ഇത് എന്താണ്? മാ ഹാദിഹി, ഇത് എന്താണ്? ഉത്തരം എങ്ങനെ എഴുതാ? ഹാദിഹി സഫീനത്തുൻ, ഇത് കപ്പലാകുന്നു. ഹാദിഹി സഫീനത്തുൻ. അടുത്തത് നസ്ലു മായുനാസിബു, യോജിച്ചത് ചേർക്കാം. 1 സഞ്ചബീലുൻ. സഞ്ചബീലുൻ എന്നതിൻ്റെ അർത്ഥം ഇഞ്ചി. 2 സാഫറാനുൻ, അതിൻ്റെ അർത്ഥം കുങ്കുമം. കുങ്കുമത്തിൻ്റെ പേരാണ് സാഫറാനുൻ. 3 ഫുർഷത്തുൻ. ഫുർഷത്തുൻ എന്നാൽ ബ്രഷ്. 4 കാറൂറത്തുൻ. കാറൂറത്തുൻ കുപ്പി. 5 മഷായത്തുൻ. മഷായത്തുൻ വാക്കർ. വാക്കറിൻ്റെ പേരാണ് മഷായത്തുൻ. 6 ഹവാമത്തുൻ. ഹവാമത്തുൻ ഹെലികോപ്റ്റർ. 7 തൊയ്യാറത്തുൻ. തൊയ്യാറത്തുൻ വിമാനം. യോജിച്ചത് ഇതിന് ചേർത്തെഴുതാം. അടുത്തത് നുഅരിബു, നമുക്ക് അറബിയാക്കാം. 1 അത് എൻ്റെ സഹോദരിയാകുന്നു. സഹോദരി എന്നുള്ളതിന് ഉഖ്തുൻ. എൻ്റെ സഹോദരി എന്നുള്ളതിന് ഉഖ്തി. സഹോദരി എന്നുള്ളത് സ്ത്രീലിംഗ പദമായതുകൊണ്ട് അത് എന്നതിന് തിൽക്ക. ഉത്തരം എഴുതേണ്ടത് തിൽക്ക ഉഖ്തി. തിൽക്ക ഉഖ്തി. 2 ഇത് പരുന്താണ്. പരുന്തിൻ്റെ പേര് ഹിദ് അത്തുൻ. ഹിദ് അത്തുൻ എന്നത് സ്ത്രീലിംഗമായതുകൊണ്ട് ഹാദിഹി. ഹാദിഹി ഹിദ് അത്തുൻ. ഉത്തരം എഴുതേണ്ടത് ഹാദിഹി ഹിദ് അത്തുൻ. 3 ഇത് എൻ്റെ ബാഗാകുന്നു. ഹക്കീബത്തുൻ ബാഗ്. എൻ്റെ ബാഗ് എന്നുള്ളതിന് ഹക്കീബത്തി. ഇത് എന്നുള്ളതിന് ബാഗിൻ്റെ കൂടെ ആയതുകൊണ്ട് ഹാദിഹി. ഹാദിഹി ഹക്കീബത്തി. ബാഗിൻ്റെ പേര് ഹക്കീബത്തുൻ എന്നാണ്. അത് സ്ത്രീലിംഗ പദമായതുകൊണ്ട് ഇത് എന്നതിന് ഹാദിഹി. ഹാദിഹി ഹക്കീബത്തി. അടുത്തത് നുതർജിമു, നമുക്ക് പരിഭാഷപ്പെടുത്താം. അതിൻ്റെ അർത്ഥം എഴുതാം. 1 ദാലിക ഇനബുൻ ഹുൽവുൻ. അതിൻ്റെ അർത്ഥം ദാലിക അത്, ഇനബുൻ മുന്തിരി, ഹുൽവുൻ മധുരമുള്ള. ചേർത്ത് എഴുതെങ്ങനെ? അത് മധുരമുള്ള മുന്തിരിയാണ്. അത് മധുരമുള്ള മുന്തിരിയാണ്. 2ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ ഈ ചോദ്യപേപ്പർ ഇവിടെ അവസാനിക്കുന്നു. 2ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ എല്ലാ പാഠഭാഗങ്ങളുടെയും വിശദമായ വീഡിയോ ചാനലിലുണ്ട്. ആവശ്യമുള്ളവർക്കത് ഉപയോഗിക്കാം.